ാണ് ചാണ്ടി ഉമ്മൻ അദ്ദേഹം പള്ളിയിൽ എത്തിയിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്കായി എത്തിയിട്ടുണ്ട്. തത്സമയം ചാണ്ടി ഉമ്മൻ, മന്ത്രി PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ MP, ജ്യോതികുമാർ ചാമക്കാല തുടങ്ങിയ നേതാക്കളൊക്കെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ചതിന് ശേഷം മടങ്ങുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. 2 വർഷമാകുന്നു ഉമ്മൻചാണ്ടി മരണപ്പെട്ടിട്ട്. കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വലിയ പ്രതിസന്ധി, ഇപ്പം ഭരണം ലഭിച്ചു എങ്കിൽ പോലും പ്രതിസന്ധിയൊന്നും ഒഴിയുന്നില്ല, ചേരിപ്പോരൊന്നും ഒഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യം കൂടി ഉണ്ട്. ഇന്ന് കൂടുതൽ നേതാക്കൾ അങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ പ്രാർത്ഥന ചടങ്ങിന് ശേഷം മാധ്യമങ്ങളോട് ചാണ്ടി ഉമ്മൻ അടക്കമുള്ളവർ സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പം അവിടെ കല്ലറയിലെ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങുകയാണ് നേതാക്കളൊക്കെയും. ഒരു നാടിൻ്റെ മുഴുവൻ സ്പന്ദനമായിരുന്നു ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രി, ഉമ്മൻചാണ്ടി എന്ന കോൺഗ്രസ് നേതാവ്, അതിലെല്ലാം ഉപരി ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹി. എന്നും ജനങ്ങളെ കേൾക്കാനും ജനങ്ങളെ ചേർത്ത് പിടിക്കാനും മാത്രം അറിയാമായിരുന്ന ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി മരിച്ചിട്ട് 2 വർഷം തികയുകയാണ് എന്നുള്ളതാണ്. എല്ലാ കാലത്തും ഉമ്മൻചാണ്ടിക്കൊപ്പം ചേർന്ന് നിന്നിട്ടുള്ളവരാണ് ഇപ്പോൾ നമ്മളീ കാണുന്ന PC വിശ്വനാഥാണെങ്കിലും ഷാഫി പറമ്പിലാണെങ്കിലും ചാമക്കാലയാണെങ്കിലും ഒക്കെയും. അവർ ഈ ഓർമ്മ ദിനത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയ്ക്ക് മുന്നിൽ മെഴുകുതിരി കത്തിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. പുതുപ്പള്ളിയുടെ മാത്രമായിരുന്നില്ല ഉമ്മൻചാണ്ടി, ഈ നാടിൻ്റെ മുഴുവനായിരുന്നു ഉമ്മൻചാണ്ടി. അത് കൂടുതൽ വ്യക്തമായത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് എന്നുകൂടി വേണമെങ്കിൽ പറയാം. അവിടെ മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അജിത് ബാബു കൂടി നമുക്കൊപ്പം ചേരുന്നു. അനുസ്മരിക്കാനായി വർഷത്തിൽ ഒരു ദിവസം എന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ ഉമ്മൻചാണ്ടി സാറ് കടന്നു വരുന്ന കാര്യങ്ങളുണ്ടാകും. അതിപ്പം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും കാണുമായിരിക്കും, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരും, അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ നമ്മുടെ അടുത്തെത്തും. അപ്പോൾ അല്ലെങ്കിലും അദ്ദേഹത്തെ ഓർക്കുന്ന ഏതെങ്കിലും അനുഭവം എല്ലാ ദിവസവും ഉണ്ടാകും. നമ്മുടെയൊന്നും ജീവിതത്തിൽ ഒരു ദിവസം പോലും ഉമ്മൻചാണ്ടി സാറിനെ ഓർക്കാതെ കടന്നു പോയിട്ടില്ല. നമ്മളെല്ലാം ഞാനാണെങ്കിലും ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ള ഷാഫി ആണെങ്കിലും നമ്മളൊക്കെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ആൾക്കാരല്ല. സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന് KSUക്കാരായി. അങ്ങനെ KSUക്കാരായി നമ്മളെല്ലാം കണ്ടെത്തി നിയമസഭയിലെത്തിച്ച് ഇവിടെ വരെ എത്തുന്നതിൻ്റെ പിന്നിൽ ഉമ്മൻചാണ്ടി സാർ മാത്രമാണ്. അപ്പോൾ ഞാനന്ന് ആദ്യം മന്ത്രിയായപ്പോഴും പറഞ്ഞിരുന്നു, നമുക്ക് ആകെയുള്ള എല്ലാ സന്തോഷങ്ങൾക്കിടയിലുള്ള ഒരു ചെറിയ സങ്കടം അല്ലെങ്കിൽ വലിയ സങ്കടം, ആ സമയത്ത് സാറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല, ഭൗതിക സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. തീർച്ചയായും ഗവൺമെൻറ് നടപ്പിലാക്കുന്ന 5 വലിയ ഗ്യാരണ്ടികളിൽ ഒന്ന് ഉമ്മൻചാണ്ടി സാറിൻ്റെ പേരിലുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം എപ്പോഴും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. സ്വന്തം ആരോഗ്യം പോലും മറന്ന് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉമ്മൻചാണ്ടിയോടുള്ള നിത്യസ്മാരകങ്ങൾ, നിത്യമായ ഓർമ്മകൾ. വിഷ്ണുട്ടൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളൊക്കെ ഒട്ടും പൊളിറ്റിക്കൽ അല്ലാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കടന്നു വന്നു. സാധാരണ ഗവൺമെൻറ് കോളേജിലെ KSU പ്രവർത്തകരായി വന്നു. അവിടുന്ന് കേരളത്തിന്റെ നിയമസഭയിലും ഇന്ത്യയുടെ പാർലമെന്റിലേക്കൊക്കെ ഞങ്ങളൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിൽ സംസാരിക്കുകയാണ് മന്ത്രി PC വിശ്വനാഥും അതേപോലെ തന്നെ ഷാഫി പറമ്പിൽ MP യും ഒക്കെ.